ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകളായി, അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്ത് നമ്മൾ തുടരും എന്ന സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഭയങ്കര മിസ്സായിപ്പോയി. അതിൻ്റെ റീസൺ ഞാൻ പറയാം. കാരണം ഒന്ന് ഭയങ്കര തിരക്കിലാണ്, വീഡിയോസ് ചെയ്യാൻ പറ്റുന്നില്ല, ടൈമില്ല. എന്നാലും തുടരുന്ന് പറഞ്ഞ സിനിമയൊക്കെ അത് ആഘോഷിക്കാനുള്ള സിനിമയായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ അതിന് ഒരു വീഡിയോ പോലും ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ അതിന് പല കാര്യങ്ങളും പറഞ്ഞുതരാം. ഒന്ന്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ എൻ്റെ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ചുമ്മാ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സും കുറേ വ്യൂസും കിട്ടി വേറെ എന്താ പറയുക വേറെ പരിപാടികളൊന്നുമല്ല. നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലിനുള്ളത്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ നിർബന്ധിച്ചില്ല അങ്ങോട്ട്. അതായത് തുടരും ഇറങ്ങി നമുക്ക് ഒരുപാട് റിയാക്ഷനും ഒരുപാട് വീഡിയോ ചെയ്യാനുള്ള ഒരുപാട് റീച്ച് കിട്ടാനുള്ള അവസരമാണ് എന്നുള്ള അങ്ങനെയല്ല എൻ്റെ മനസ്സിൽ പോയത്. എനിക്ക് സത്യത്തിൽ തുടരുന്ന സിനിമ നമ്മൾ ഒരുപാട് വർഷങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഒരു എന്താ പറയുക അതൊരു വല്ലാത്തൊരു ഫീലായിരുന്നു. അത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തിയേറ്ററിൽ നിന്നുണ്ടായ ഒരു അനുഭവമുണ്ട്. അതെന്താ പറയുക അത് സത്യം പറഞ്ഞാൽ നമ്മൾ പറയല്ലേ ചില കാര്യങ്ങൾ ചിലത് ഷെയർ ചെയ്ത് നമ്മളെ ഉള്ളിൽ നിന്ന് അത് പോവും, അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ അതുകൊണ്ട് അത് ഷെയർ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ എത്ര പോലും ഇത് വിശ്വസിക്കുന്നില്ല. പക്ഷേ എനിക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് തുടരിൻ്റെ റിവ്യൂ അതിനുശേഷമുള്ള ഒരുപാട് കാര്യങ്ങൾ വീഡിയോ ചെയ്യായിരുന്നു. അത്ര ബിസി ഒന്നുമല്ലായിരുന്നു. പക്ഷേ ഞാൻ തുടർന്ന് പറഞ്ഞ സിനിമയുടെ റിയാക്ഷന് ആ സന്തോഷം ഒരു എന്താ പറയുക ഉണ്ടായ ഫീൽ അത് കണ്ടപ്പോൾ കിട്ടിയ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു വസന്തം പോലെ കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ അത് ഉള്ളിൽ തന്നെ കിടക്കട്ടെ എന്ന് വെച്ചിട്ട് ഷെയർ ചെയ്യാതെ അത് കുറച്ച് ദിവസം അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായിരുന്നു. അതങ്ങനെ വെച്ച് നിൽക്കുകയാണ് ചെയ്തത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ തിരക്കുകളുണ്ട് സൈഡിൽ, പക്ഷെ എന്നാൽ എൻ്റെ ഉള്ളിൽ ഈ ഒരു തോട്ടും കൂടി ഉണ്ടായിരുന്നു. കാരണം ഇത് നമ്മൾ ഉള്ളിലിട്ട് ആഘോഷിക്കാനത് ഒരു ഡൈഹാർഡ് മോഹൻലാൽ ഫാൻ എന്നുള്ള നിലയിൽ എനിക്കത് ആ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് ഷെയർ ചെയ്യാൻ തോന്നിയില്ല. അത് കുറച്ച് ദിവസം അത് ഭയങ്കര മനസ്സിൽ ഭയങ്കര സന്തോഷം വെച്ചിട്ട് അതെങ്ങനെ ആലോചിച്ച് അതിനോടനുബന്ധിച്ച് വന്ന ഒരുപാട് വീഡിയോസും പലരുടെ റിവ്യൂ റിയാക്ഷനൊക്കെ കണ്ടിട്ട് അതുകൊണ്ട് ആസ്വദിച്ചു. കാരണം നമ്മളിത് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ്, നമ്മൾ ഒരുപാട് എപ്പോഴും പറയുന്നതാണ്, കളിയാക്കിയവരും കുറ്റം പറഞ്ഞവരും എന്താ പറയുക മസിലണങ്ങുന്നില്ല, താടി വടിക്കുന്നില്ല, മുഖത്ത് എക്സ്പ്രഷൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞവരൊക്കെ എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നതാണ്, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു ആക്ടറായിട്ടോ ഒരു മനുഷ്യനായിട്ടോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് നമ്മൾ മലയാളത്തിന് കിട്ടിയ മലയാള സിനിമയ്ക്ക്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു മലയാളി ഏറ്റവും കൂടുതൽ മലയാളി എന്തിനെങ്കിലും ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് മോഹൻലാലിനാണ്, വേറെ ആരുമല്ല. അത് മോഹൻലാൽ എന്ന് പറഞ്ഞ ആ ആക്ടറാണ്. നമ്മൾ ഈ സ്റ്റോക്കോൾഡ് സ്ലീപ്പർ സെല്ലുകളൊക്കെ തരുൺമൂർത്തി പറഞ്ഞത് നമ്മൾ തിയേറ്ററിൽ കണ്ടു. അമ്മമാരും മുത്തശ്ശിമാരൊക്കെ വന്നിട്ട് സിനിമ കാണാൻ. നിങ്ങൾ വിളിച്ചു മമ്മൂക്കയല്ല ഒരു ആക്ടർക്കും ഇങ്ങനെയുള്ള ഒരു സ്വീകാര്യത, ഒരു ഫാൻ എന്താ പറയുക ഒരു ആരാധനയൊന്നുമല്ല. ലാലേട്ടനോട് എന്തോ നമ്മളെ ഉള്ളിൽ തറച്ചു നിൽക്കുന്ന ഒരു വികാരമാണ് ഇതിൽ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ആ ഒരു പേര്, ആ ഒരു ആക്ടർ. അത് ഇതുവരെ എന്നല്ല ഇനി അങ്ങോട്ടും ഒരിക്കലും ഒരാൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ആ ഒരു വ്യത്യാസം. അതിന് എത്ര വർഷം കഴിഞ്ഞാലും എത്ര ഡെക്കേഡ്സ് കഴിഞ്ഞാലും എത്ര പേര് വന്നാലും ഇപ്പോൾ ഉള്ള സ്നേഹം ഈ ലാലേട്ടൻ എന്ന് പറഞ്ഞ ആക്ടറിന് കിട്ടുന്ന ആ സ്നേഹം അതൊരാൾക്കിനി കിട്ടാൻ പോകുന്നതിൽ ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഞാൻ മമ്മൂക്കാനായിട്ടുള്ള കമ്പാരിസണൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതിൻ്റെ അത് ആവശ്യമില്ല. നമുക്കത് ഒരുപാട് നമ്മളത് പറഞ്ഞ് കാര്യമാണ്. ഇപ്പം ഇനി എന്തിനാണ് പറയുന്നത്? ഏത് രീതിയിലെടുത്താലും 500 കോടിയാണ് ഈ വർഷം ഇത്ര മാസത്തിനുള്ളിൽ ലാലേട്ടൻ ഗ്രോസ് കളക്ഷൻ ഒരൊറ്റ ആൾ നിന്നിട്ട് 500 കോടി. ഇനി എന്തിനാണ് നമ്മൾ അയാളെക്കാൾ വലുതാണ് അല്ലെങ്കിൽ എല്ലാവരെക്കാട്ടി വലുതാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനും മോഹൻലാൽ എന്ന് പറഞ്ഞ ബ്രാൻഡും ബിസിനസ് വൈസ് എങ്ങനെ നോക്കിയാലും അത് നമ്മളിനി പറയണത് നമുക്ക് നാണക്കേടാണ്. ആസ് എ മോഹൻലാൽ ഫാൻ ഈ മോഹൻലാലാണ് വലുതെന്ന് പറഞ്ഞ് നമുക്ക് നാണക്കേടാണ്. അത് മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാക്കണം. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ മുന്നേ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ലാലേട്ടൻ ജനിച്ച് ജീവിച്ച ആ സമയത്ത് ജീവിക്കാൻ പറ്റിയതാണ് നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യം. അത് വളരെ സത്യമാണ്. എനിക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്.
എനിക്കങ്ങനെ പറയാൻ ആഗ്രഹം. കാരണം ലാലേട്ടൻ അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ നമ്മൾ പറഞ്ഞില്ലേ, അപ്പം ഇങ്ങനത്തെ ലെജൻസൊക്കെ ജനിച്ച് വളർന്ന് ജീവിച്ച കാലത്ത് ജീവിക്കാൻ പറ്റിയാണ് നമുക്കൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ ചൈൽഡ്ഹുഡ് പോലും നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ ഇന്നേ വരെ നമ്മളെ ലൈഫിൽ ഓരോ കാര്യത്തിനും ഒരു മോഹൻലാൽ ടച്ച് ഉണ്ട് എപ്പോഴും. ചില മോഹൻലാൽ സിനിമകൾ കൂടിയോ അല്ലെങ്കിൽ എന്തോ ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും ലാലേട്ടൻ്റെ എന്താ പറയുക ഒരു ആരാധനയൊന്നുമല്ല. നമ്മൾ സത്യം പറഞ്ഞിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്ക് ഈ തുടർന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷം വീഡിയോ ചെയ്യാനൊന്നുള്ള ഇതേ ഒരു എക്സ്പ്രസ് ചെയ്യാൻ ത്രൂ വേർഡ്സ് പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിപ്പോഴും അല്ല, ഈ ഒരു ബർത്ത്ഡേ ലാലേട്ടൻ്റെ ഈ ബർത്ത്ഡേ നാളെ അത് ഭയങ്കര സ്പെഷ്യലാണ്. ആസ് യൂഷ്വൽ എവറി ഇയർ നമ്മൾ ആഘോഷിക്കുന്നതാണ് എല്ലാവരും. എന്നാലും ഇതിനൊരു കുറച്ചും കൂടി മധുരം കൂടുതലാണ്. അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് കുറ്റപ്പെടുത്തലുകളും, കാരണം ആരെയാണ് പറയുന്നത് ആരെയാണ് കുറ്റപ്പെടുത്തുന്നതെന്നും കിട്ടിയ ചാൻസ് നമ്മൾക്ക് ഒരു ചാൻസ് കിട്ടുമല്ലോ. അതായത് നമ്മൾ വലിയ ആൽമരം വലിയ മരങ്ങളെ നമുക്ക് ഒരിക്കലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയ ആൾക്കാർക്കാണ് എന്തെങ്കിലും ചെറിയൊരു മോശം വരുമ്പം ബാക്കിയുള്ള ആൾക്കാർ എതിർ വശത്തുള്ള ആൾക്കാർ കയറിയോട്ട് ആക്രമിക്കുക. അത്തരമുള്ള ലാലേട്ടൻ്റെ കാര്യത്തിൽ കാരണം മമ്മൂക്ക ഫാൻസിനാണെങ്കിൽ ആർക്കാണെങ്കിലും അറിയാം ഒരിക്കലും ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ആർക്കും എത്താൻ പറ്റില്ല. സോ ഒന്ന് ചാഞ്ഞപ്പം എല്ലാവരും കയറി എന്താ പറയുക അത് ആഘോഷിച്ചു. പക്ഷേ അതല്ലേ 10 സിനിമയിലും 100 സിനിമ കിട്ടിയാലും 101 സിനിമ നന്നായാൽ മതി. ലാലേട്ടന് മാത്രമേ അത് പറ്റുള്ളൂ, വേറെ ഒരു ആക്ടർക്കും പറ്റില്ല. ലാലേട്ടന് മാത്രമേ ഇങ്ങനെ 10 സിനിമയൊക്കെ പരാജയപ്പെട്ടാലും 11ാമത്തെ സിനിമയിൽ തിരിച്ചിടാൻ പറ്റുള്ളൂ. വേറെ ഈ മമ്മൂക്ക അടക്കമുള്ള ഏത് ആക്ടർ ആയിക്കോട്ടെ 10 സിനിമ പൊട്ടിയാൽ 11ാമത്തെ സിനിമ കാണാൻ തിയേറ്ററിൽ ആളുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി, മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടർ ബാക്കി എല്ലാവരെയും നിന്നും വ്യത്യസ്തനാവുന്ന ഒരു ലെജൻഡായിട്ട് ഒരു വലിയൊരു എന്താ പറയുക എങ്ങനെ പറയണ്ടേ. അപ്പം ഇന്നൊരു വീഡിയോ എങ്ങനെയെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള നിർബന്ധത്തിൽ ഞാൻ തന്നെ ഒരു പ്രിപ്പറേഷൻ ഒന്നുമില്ല അതൊരു വീഡിയോ ചെയ്യണം. ലാലേട്ടന് ജസ്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഒരുപാട് വർഷം നമുക്കിങ്ങനെ സ്ക്രീനിൽ കാണാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ളൊരു ആഗ്രഹം, ഒരു വിഷ്. അതിനാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇനി വേഗം ചില തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സജീവമാവണം, ഒന്ന് റീബ്രാൻഡ് ചെയ്തിട്ട് ചാനലൊക്കെ എന്നുള്ള ആഗ്രഹമുണ്ട്. ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എപ്പോഴാണെന്ന് അറിയില്ല, എന്നാലും വീഡിയോ ചെയ്യുന്ന ലാലേട്ടനോട് ഹാപ്പി ബർത്ത്ഡേ ഒരു വിഷസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ എന്താ പറയുക ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മഹാനായ നടൻ, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു 1000 ജന്മദിനാശംസകൾ. സോ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ബൈ.